ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അനന്ത് പറഞ്ഞ പോലെ വലിയ ടൈറ്റിൽസ് ഒന്നുമില്ല. ഞാനൊരു തത്തയുടെ റോളാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഞാൻ കേട്ട് പഴകിയ കുറച്ച് കഥകൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നു എന്ന് മാത്രം. ഞാൻ ഓഡിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതയാത്രയിൽ എന്നെ തേടി വന്ന കുറച്ച് കഥകൾ എനിക്ക് വളരെ കൗതുകം ജനിപ്പിച്ചു. അതിൽ മിക്കതും ശാസ്ത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ വളരെ ലോജിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ് ശാസ്ത്രം എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രത്തിനെ കഥകളിലൂടെ അപ്രോച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം എടുക്കണമെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കുറച്ച് കഥകളുമായി വന്നേക്കുന്നു എന്ന് മാത്രം. അപ്പോൾ മാം എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കഥകളാണ് ആ ടോപ്പിക്കായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് ഇട്ടേക്കുന്ന പേര് നറേറ്റീവ്സ് ഓഫ് ഡിസ്കവറി എന്നാണ്. ഞാൻ പിന്നീട് മാം ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ശാസ്ത്രത്തിൻ്റെ കഥാപ്രസംഗം എന്ന് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നെനിക്ക് തോന്നി, തമാശയ്ക്ക് പറഞ്ഞാൽ. അപ്പോൾ കഥാപ്രസംഗം പോലെ തന്നെ ഈ കഥ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ മറ്റൊരു കഥയിലൂടെ പറയാം. 1990 ഫെബ്രുവരി 14 ഒരു വാലന്റൈൻസ് ഡേയുടെ അന്ന് ഒരു ചരിത്രവും ശാസ്ത്രവും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം നടന്നു. നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനായി നമ്മൾ ബഹിരാകാശത്തിലേക്ക് വിട്ട ഒരു വോയേജർ 1 എന്ന് പറഞ്ഞ ഒരു പേടകം ഏതാണ്ട് 6 ബില്യൺ കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച ഒരു പോയിന്റിലെത്തി. ഇത് വിട്ട സയൻറ്റിസ്റ്റ് ഡിസൈഡ് ചെയ്തു, ഈ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഒരുപാട് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തു, ഇതേ ക്യാമറയെ ഒന്ന് തിരിഞ്ഞ് നോക്കാൻ പറഞ്ഞാലോ എന്ന് തോന്നി. അങ്ങനെ 6 ബില്യൺ കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത വോയേജർ 1 എന്നുള്ള പേടകം അന്നേ ദിവസം ഒന്ന് തിരിഞ്ഞ് നോക്കി ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്തു. ആ ഫോട്ടോ എന്ന് പറയുന്ന 60 ഫോട്ടോസ് നിരത്തി വെച്ച ഒരു ഇമേജാണ്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞ് ഡോട്ട് കാണാൻ പറ്റും, ഒരു ബ്ലൂ കളർ, ഒരു പെയിൽ ബ്ലൂ ഡോട്ട്. അത് കണ്ട് ശാസ്ത്രജ്ഞനായ കാൾ സേഗൻ പറഞ്ഞു, ദോ ആ കാണുന്ന മങ്ങിയ നീല വെളിച്ചത്തിലാണ്, അതാണ് നമ്മുടെ വീട്. അവിടെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രഗത്ഭരായ രാജാക്കന്മാരും ഏറ്റവും പാമരന്മാരായതും ആൾക്കാർ ജീവിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്നവരും കൊലപാതകികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന എല്ലാം ആ ഒരു ബ്ലൂ ഡോട്ടിലാണ്. അത് മാത്രമേ നമുക്കുള്ളൂ സ്വന്തമായി. പിന്നീട് കാൾ സേഗൻ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതിയപ്പോൾ അതിനിട്ട പേരും ഈ പെയിൽ ബ്ലൂ ഡോട്ട് എന്നാണ്. അപ്പോൾ ഈ കഥകളെല്ലാം ഈ പെയിൽ ബ്ലൂ ഡോട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കഥ, എവിടെ നടക്കുന്നത്, കഥാപ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്നത് അങ്ങനെയാണല്ലോ, ഈ കഥ എവിടെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് പോലെ ഈ അതിനെക്കുറിച്ചൊരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം, എന്തുകൊണ്ടാണ് ശാസ്ത്രം ഞാൻ അഡോപ്റ്റ് ചെയ്തത് ടോക്കിന് എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതരം ശൈലിയുണ്ട്. പ്രത്യേക ശൈലി എന്താണെന്ന് വെച്ചാൽ, ലോകത്താര് ആ എക്സ്പെരിമെൻറ്റ് ചെയ്താലും യു ഗെറ്റ് ദി എക്സാക്ട് സെയിം റിസൾട്ട്. റീപ്രൊഡ്യൂസിബിലിറ്റി എന്നൊരു ഫാക്ടറുണ്ട്. അത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ പോയിന്റിൽ എഗ്രി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റു വലിയൊരു പോയിന്റ് ശാസ്ത്രത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മിസ്റ്റേക്സ് വന്നാൽ നമ്മൾ അതിൽ നിന്നും വളരാനോ അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് വന്നാൽ തിരുത്താനോ ശാസ്ത്രത്തിന് ഒരു വലിയ മനസ്സുണ്ട് എന്നുള്ളതാണ്. അതിലൊരു ഉദാഹരണം പറഞ്ഞു വരാം. ലോകത്തിൽ ഏറ്റവും ആദ്യമായി യൂണിവേഴ്സലായിട്ട് എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് കാര്യം പ്രപ്പോസ് ചെയ്തത് ന്യൂട്ടനാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ന്യൂട്ടൻ്റെ തെല്ല ആപ്പിൾ വീണ കഥ മാത്രമേ അറിയാവുള്ളൂ എങ്കിലും അദ്ദേഹം ഗ്രാവിറ്റിയെക്കുറിച്ച്, ഗുരുത്വാകർഷണത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു യൂണിവേഴ്സൽ ഇക്വേഷനാണ്. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്തെല്ലായിടത്തും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന ന്യൂട്ടൺ പറഞ്ഞ ഈ ഗുരുത്വാകർഷണത്തിൻ്റെ ഇക്വേഷനുണ്ട്, Gm1m2/r². ഇക്വേഷനിലോട്ട് പോകുന്നില്ല. പക്ഷേ അത് വളരെ വലിയ ഒബ്ജക്റ്റിലും വളരെ ചെറിയ ഒബ്ജക്റ്റിലും പാലിക്കപ്പെടുന്നില്ല. ഐൻസ്റ്റീൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഐൻസ്റ്റീൻ ഒരു രസകരമായൊരു കാര്യം പറഞ്ഞു. ഞാൻ ആ കഥ പറയാനാണ് പറയുന്നത്. അതായത് ടൈം വിൽ സ്ലോ ഡൗൺ വെൻ യു മൂവ് ഫാസ്റ്റ്. നമ്മൾ വേഗത്തിൽ സഞ്ചരിച്ചാൽ നമ്മുടെ സമയം സ്ലോ ഡൗൺ ചെയ്യും. ഈ ആശയം പലർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണം കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ, ഞാൻ ലൈറ്റിൻ്റെ വേഗതയോട് അടുപ്പിച്ചൊരു വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഞാൻ ഒരു കൊല്ലം സഞ്ചരിച്ച് വന്നു കഴിയുമ്പോൾ ഭൂമിയിലുള്ളവർക്ക് ചിലപ്പോൾ പല വർഷങ്ങൾ കഴിഞ്ഞ് പോയിട്ടുണ്ടാകും. ഇത് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റൈൻ്റെ കാലഘട്ടത്തിലും പലരും ഇത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അതൊരിക്കലും പ്രാക്ടിക്കൽ ആവാൻ പോകുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ നമ്മൾ
പണി കിട്ടിയാലേ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സാറ്റലൈറ്റ്സ് ബഹിരാകാശത്ത് വിട്ടപ്പോൾ സാറ്റലൈറ്റ് ഭൂമിയെക്കാളും ഒരു ഔട്ടർ ഓർബിറ്റിലാണല്ലോ സഞ്ചരിക്കുന്നത്. ഒരുപാട് ദൂരെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ വളരെ വേഗതയിൽ സഞ്ചരിച്ചാലേ പറ്റുള്ളൂ എന്നായി. അങ്ങനെ വളരെ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ഈ സാറ്റലൈറ്റിൽ വെച്ചിരുന്ന ക്ലോക്ക് സ്ലോ ഡൗൺ ആയി. ഇപ്പം നമ്മൾ ഈ ഫോണിലൊക്കെ നമ്മൾ നാവിഗേഷൻ ഉപയോഗിക്കാറില്ലേ, ഒരു സ്ഥലം മുതൽ മറ്റൊരു സ്ഥലം വരെ ട്രാവൽ ചെയ്യാൻ നാവിഗേഷൻ. അത് GPS എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള പല സാറ്റലൈറ്റ്സിൽ നിന്നും ആ സാറ്റലൈറ്റിൻ്റെ ടൈം അതിൻ്റെ പൊസിഷനും വെച്ചിട്ട് നമ്മുടെ പൊസിഷൻ കണ്ടുപിടിക്കാവുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ സാറ്റലൈറ്റിലുള്ള ക്ലോക്ക് സ്ലോ ഡൗൺ ആകുമ്പോൾ ദ ഹോൾ പ്രോസസ്സ് വർക്ക് ചെയ്യാണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്ത കാര്യം, അഥവാ വളരെ സ്പീഡിൽ സഞ്ചരിച്ചാൽ ടൈം സ്ലോ ഡൗൺ ആവും എന്നുള്ളത് ഒരു സാറ്റലൈറ്റ് വിട്ട് നമ്മൾ അറിയേണ്ടി വന്നു. പക്ഷെ അതിന് നമ്മൾ അഡാപ്റ്റ് ചെയ്തു. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആറ്റമിക് ക്ലോക്ക്സ് ഉണ്ടാക്കി, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആറ്റമിക് ക്ലോക്ക്സ്, സീഷ്യം എന്നൊരു എലമെൻറ്റ് ഉപയോഗിച്ചുള്ള ആറ്റമിക് ക്ലോക്ക്സ് ഉണ്ടാക്കി ഈ ടൈം ഡയലേഷനെ കറക്റ്റ് ചെയ്തു. അഥവാ സഞ്ചരിക്കുന്നത് കാരണം ഉണ്ടാകുന്ന സമയം സ്ലോ ഡൗൺ ആവുന്നതിനെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഒരു റൈറ്റ് ടൈമിലേക്ക് എത്തിച്ചു. ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ശാസ്ത്രത്തിൻ്റെ ഒരു ശൈലി, തെറ്റുകൾ വന്നാലും നമ്മളത് ഉൾക്കൊള്ളും, നമ്മൾ അതിൽ നിന്നും വളർന്നു വലുതാകാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ശാസ്ത്രം എന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് എപ്പോഴെങ്കിലും തിരുത്തി കുറിക്കപ്പെട്ടേക്കാം. പറയാറുണ്ട്, ഒരു കാലഘട്ടത്തിൽ ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്ന ചില ആൾക്കാർ ഇന്നുമുണ്ട്. ഫ്ലാറ്റ് എർത്ത് ബിലീവേഴ്സ് ഉണ്ട്. ബട്ട് there was a time when the whole world believed that the world was flat. അതുകൊണ്ട് തന്നെ don't you think there's a tiny possibility that everything that you believe today will be proven wrong some other day? നമ്മൾ ഇന്ന് ശരിയാണെന്ന് വിശ്വസിക്കുന്ന പലതും എന്തെങ്കിലും ഒരിക്കൽ തിരുത്തി കുറിക്കപ്പെട്ടേക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയ ആദ്യത്തെ കഥയിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഐ വാസ് ജസ്റ്റ് സെറ്റിംഗ് ദ സ്റ്റേജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പേൽ ബ്ലൂ ഡോട്ടിലേക്ക് വരാം. ഈ വോയേജർ എന്നുള്ള ബഹിരാകാശ പേടകം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട നമ്മുടെ ഭൂമിയാകുന്ന ആ മങ്ങിയ നീല വെളിച്ചം, അവിടെയാണ് ഏറ്റവും ക്രൂരന്മാരായുള്ള ആൾക്കാർ, നല്ല ആൾക്കാരും മോശപ്പെട്ട ആൾക്കാരും എന്ന് കാൾ സേഗൻ പറഞ്ഞതിലേക്ക് വരാം. അപ്പം അങ്ങനെ ഉണ്ടോ? നല്ല ആൾക്കാരും മോശപ്പെട്ട ആൾക്കാരും ഉണ്ടോ? എല്ലാവരും മനുഷ്യർ തന്നെ അല്ലേ? എല്ലാവരുടെ ഉള്ളിൽ നന്മയും തിന്മയില്ലേ എന്നുള്ളൊരു ചോദ്യം ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരു ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ്. ഈ അന്വേഷണം നടത്തിയത് ആഡം ഗ്രാൻറ്റ് എന്നൊരു മനുഷ്യനാണ്. ആഡം ഗ്രാൻറ്റ് അദ്ദേഹം വളരെ പ്രസിദ്ധമായൊരു പുസ്തകം, ഞാൻ ഈ പറയുന്നതിന് പറ്റുന്നതിലൊക്കെ ഞാൻ ബുക്കിൻ്റെ റെഫറൻസും കൂടെ പറഞ്ഞു പോകാം, സോ ദാറ്റ് ഇഫ് യു ഇൻട്രസ്റ്റഡ് യു ക്യാൻ റിവേർട്ട് ബാക്ക്. ഗിവ് ആൻഡ് ടേക്ക് എന്നാണ് ആഡം ഗ്രാൻറ്റിൻ്റെ പുസ്തകത്തിൻ്റെ പേര്, ഗിവ് ആൻഡ് ടേക്ക്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടു എന്നുള്ളത് പറയാം. ചോദ്യം ഇതാണ്, നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ കാരണം അവരുടെ ജീവിതത്തിലും ബാക്കിയുള്ള ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ അദ്ദേഹം മനുഷ്യരെ 3 തരം ആൾക്കാരായിട്ട് തിരിച്ചു, ആഡം ഗ്രാൻറ്റ്. അതിൽ ഒരു കൂട്ടം ആൾക്കാരെ ഗിവേഴ്സ് എന്ന് വിളിച്ചു. ഗിവേഴ്സിൻ്റെ പ്രത്യേകതയുണ്ട്. ഗിവേഴ്സ് വളരെ ആത്മാർത്ഥമായിട്ട് ബാക്കിയുള്ളവരെ സഹായിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ ചെയ്യുന്ന വർക്കിന് അവർ വലിയ ക്രെഡിറ്റ് ഒന്നും എടുക്കണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരല്ല. ദേ ആർ ഹാപ്പി ഇൻ ഗിവിങ് ദ ടൈം, ദർ എഫേർട്ട്, അവരുടെ കാര്യങ്ങൾ ദേ ആർ ഹാപ്പി ടു ഗിവ് അവേ, ബാക്കിയുടെ ഹെൽപ്പ് ചെയ്യാൻ. ഈവൻ ക്രെഡിറ്റ് പോലും അവരവർ ചെയ്യുന്ന വർക്കിൻ്റെ ക്രെഡിറ്റ് വേറൊരാൾ എടുത്തുകൊണ്ട് പോയാൽ പോലും അവർ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഗിവേഴ്സ്, ഒരു കൂട്ടം ആൾക്കാർ. ഇനി മറ്റൊരു കൂട്ടം ആൾക്കാർ നേരെ ഓപ്പോസിറ്റാണ്. ബാക്കിയുള്ളവരെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർ ചെയ്ത വർക്കിൻ്റെ ക്രെഡിറ്റ് എടുക്കുക, ബാക്കിയുള്ളവരെ കാർന്ന് തിന്നുക പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ടേക്കേഴ്സ് എന്ന് വിളിച്ചു ആഡം ഗ്രാൻറ്റ്. ഇനി ആഡം ഗ്രാൻറ്റ് ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരെ മാച്ചേഴ്സ് എന്ന് വിളിച്ചു. എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിയാൽ ഞാനും നല്ല രീതിയിൽ പെരുമാറും, എന്നെ പറ്റിച്ചാൽ ഞാനും പറ്റിക്കും എന്ന് പറയുന്ന കൂട്ടരാണ്. ഈ ആഡം ഗ്രാൻറ്റ് ഇവിടെ ഒതുക്കിയില്ല. ആഡം ഗ്രാൻറ്റ് ഈ 3 ടൈപ്പ് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും പല മേഖലകളിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കുകയും ചെയ്തു. അഥവാ സേ ഫോർ എക്സാമ്പിൾ ജേർണലിസം എന്നൊരു മേഖല എടുക്കാം. ആ മേഖലയിൽ ഗിവേഴ്സും ടേക്കേഴ്സും മാച്ചേഴ്സും ഉണ്ട്. ആരാണ് ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത്, ആരാണ് ഗതി പിടിക്കാത്തത് എന്നുള്ള എല്ലാ മേഖലയിലും, എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിസിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും മീഡിയയുടെ ഒക്കെ മേഖലയിൽ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഫൈൻഡിങ് കിട്ടി. പലപ്പോഴും എല്ലാ ഇൻഡസ്ട്രിയുടെയും ഏറ്റവും താഴത്തെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാർ യൂഷ്വലി ഗിവേഴ്സ് ആയിരിക്കും. അത് ലോജിക്കലാണ്. കാരണം അവരെ ബാക്കിയുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഗിവേഴ്സ് ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാരണം സ്വന്തം വർക്ക് ചെയ്യാൻ പലപ്പോഴും സമയം കിട്ടാറില്ല, അതുകൊണ്ട് അവർക്ക് പ്രൊമോഷൻസ് കിട്ടുന്നത് കുറവായിരിക്കും എന്നുള്ളൊരു കണ്ടെത്തലിൽ വന്നു. അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് ടേക്കേഴ്സും മാച്ചേഴ്സുമാണ്. പക്ഷേ
അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻഡസ്ട്രിയുടെയും ഏറ്റവും മുകളിൽ നിൽക്കുന്നതും ഗിവേഴ്സ് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഗിവേഴ്സ് ഉയർന്നു വരണം എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പകരം ബാക്കിയുള്ളവരെ പറ്റിക്കുന്ന ടേക്കേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വർക്ക് ചെയ്യുന്ന മാച്ചേഴ്സ് ഈ ടേക്കേഴ്സിന് ഉയർന്നു വരാൻ സമ്മതിക്കത്തില്ല. അതാ ഒരാൾ ബാക്കിയുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്താണ് മുകളിലോട്ട് വരാൻ ശ്രമിക്കുന്നതെങ്കിൽ ടേക്കേഴ്സും മാച്ചേഴ്സും അവർ ഉയർന്നു വരാൻ സഹായിക്കില്ല. അവസാനം അൾട്ടിമേറ്റ്ലി ഗിവേഴ്സ് തന്നെ മുകളിൽ വരും എന്നുള്ള ഒരു വലിയ ഐ ഓപ്പണിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം ഇതാണ്: ഈ എല്ലാ ഫീൽഡിലും ഇത് വർക്ക് ചെയ്യുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് പോളിറ്റിക്സ് എന്നൊരു മേഖലയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ആൾക്കാരെ പരമാവധി ചവിട്ടി മുകളിലേക്ക് പോകണം എന്ന് പറയുന്ന മേഖലയാണ് നമുക്ക് പൊതുവെ ഒരു ധാരണയുള്ളൊരു മേഖല. അതിനകത്ത് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു. സിംസണിൻ്റെ കഥയാണ്. അപ്പോൾ സിംസൺ ഒരു ബോക്സറായിരുന്നു അമേരിക്കയിൽ. ഇദ്ദേഹം പല ബിസിനസ്സുകൾ ചെയ്തു, പല ബിസിനസ്സും പൊട്ടി. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ചെയ്ത പല ബിസിനസ്സിലും സുഹൃത്തുക്കൾക്ക് നല്ലത് വരട്ടെ എന്നാഗ്രഹിച്ച് പല കാര്യങ്ങളും ചെയ്തു. പിന്നീട് ചില സാഹചര്യങ്ങൾ കാരണം അദ്ദേഹം ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം ചെറിയ ഇലക്ഷൻസിനൊക്കെ ജയിക്കുന്നുണ്ട്, പിന്നെ പലതും തോക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു ഇലക്ഷൻ്റെ തലേന്ന് 2 ദിവസം മുമ്പ് അദ്ദേഹം അറിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പണൻറ്റ് അദ്ദേഹത്തെക്കാളും നല്ല ക്വാളിറ്റീസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പണൻറ്റ് ജയിക്കട്ടെ എന്ന് കരുതി ഒപ്പണൻറ്റിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ പോയി. ആരും അങ്ങനെ ചരിത്രത്തിൽ ചെയ്യുന്നതല്ല. പക്ഷേ ഒപ്പണൻറ്റ് ജയിച്ചു, പ്രതീക്ഷ പോലെ തന്നെ. പക്ഷേ അടുത്ത പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ ഒപ്പണൻ്റ് ആയിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തത്. അങ്ങനെ ഈ സിംസൺ പടിപടിയായി ഉയർന്ന അവസാനം അമേരിക്കൻ പ്രസിഡന്റ് വരെയായി. സിംസൺ എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കണിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ എബ്രഹാം ലിങ്കണിനെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ പൊളിറ്റിക്സിൽ പോലും നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കുന്നത് കാരണം നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതായിരുന്നു ആ ബുക്കിൻ്റെ ഒരു മർമ്മപ്രധാനമായ കഥ. ഇതിനകത്ത് മറ്റൊരു കഥയും കൂടെ അതിനകത്ത് ചുവടെ ചേർക്കുന്നു. ഈ ടേക്കേഴ്സും മാച്ചേഴ്സും കൊടുക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഗീവേഴ്സ് പലപ്പോഴും അവരുടെ ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള സ്വാഭാവികമായ പ്രവണതയെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട് ബോധപൂർവം. കാരണം അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പണി പല സ്ഥലത്തു നിന്നും കിട്ടുന്നതുകൊണ്ടായിരിക്കും. അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും, ഗിവിങ് ഹാബിറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ബുക്കിൽ പറയുന്നു. രസകരമായൊരു കാര്യം, ആഡം ഗ്രാൻറ്റ് ഇതിൻ്റെ ഓത്തർ ഗൂഗിളിലൊരു ടോക്കിന് പോയിരുന്നു. ഗൂഗിൾ ടോക്കിൽ അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഗിവേഴ്സ് ബാക്കിയുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങൾ എത്ര പേര് ഗിവേഴ്സ് ആണെന്ന് തോന്നുന്നു, കൈ ഉയർത്താമോ എന്ന് ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ കൈ ഉയർത്തി. അപ്പോൾ ആഡം ഗ്രാൻറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരും ഗിവേഴ്സ് അല്ല. കാരണം ഗിവേഴ്സ് വിൽ നെവർ ടേക്ക് ക്രെഡിറ്റ് ഫോർ വാട്ട് ദേ ഡു. അവർ സ്വയം ഗിവേഴ്സ് ആണെന്ന് പറയാൻ ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് തോന്നുക പോലും ഇല്ല എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ കഥ. രണ്ടാമത് കുറച്ച് രസകരമായ കോൺസെപ്റ്റ്സ് പറയാം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്ന കാര്യം. മാം എന്നെ വിളിച്ചിട്ട് ഒരു ടോക്ക് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ആൽഗോരിതംസ് ടു ലിവ് ബൈ. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പറയാം. കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു മേഖല വളർന്ന് പന്തലിച്ചപ്പോൾ കമ്പ്യൂട്ടേഴ്സ് പതുക്കെ ഇവോൾവ് ആയി വന്നതാണല്ലോ. ഒരു സുപ്രഭാതത്തിൽ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാകുകയായിരുന്നില്ലല്ലോ. ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകുന്നു, അതിന് നമ്മൾ പലതരം സോഫ്റ്റ്വെയർ എഴുതുന്നു, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പരിമിതി മനസ്സിലാവുന്നു, നമ്മൾ അടുത്ത കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി പലപ്പോഴും പല പ്രതിസന്ധികളും നേരിട്ടു, പല പ്രോബ്ലംസും ഫേസ് ചെയ്തു. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് അതിന് രസകരമായ പല സൊല്യൂഷൻസും കൊണ്ടുവരികയും ചെയ്തു. ഇതിലുള്ള ചില ആൽഗോരിതംസ് നമുക്ക് നിത്യജീവിതത്തിൽ എടുത്തുകൂടെ എന്ന് ആലോചിച്ച് രചിക്കപ്പെട്ട പുസ്തകമാണ് ഈ ആൽഗോരിതംസ് ടു ലിവ് ബൈ. അഥവാ കമ്പ്യൂട്ടർ സയൻസിന് സോൾവ് ചെയ്ത പ്രോബ്ലംസ്, കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി അഥവാ കമ്പ്യൂട്ടറിന് വേണ്ടി സോൾവ് ചെയ്ത പ്രോബ്ലംസ്, ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യാം, അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം. അപ്പോൾ ആ പുസ്തകത്തിനുള്ള എല്ലാ കോൺസെപ്റ്റും എനിക്ക് പറഞ്ഞ് തീർക്കാൻ സമയമില്ല. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രയോജനമുണ്ടെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം, ഞാൻ ആഹാരം കഴിക്കാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു എന്ന് കരുതുക. അപ്പം എൻ്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യമുണ്ട്: എനിക്ക് സ്ഥിരം കഴിച്ച ശീലമുള്ള നല്ല റെസ്റ്റോറൻറ്റിൽ പോകണമോ, അതോ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു റെസ്റ്റോറൻറ്റിൽ പോകണമോ? അപ്പം ഈ ഒരു പ്രോബ്ലം നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം ചെയ്യണമോ, അതോ പുതിയൊരു കാര്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കണം? അപ്പോൾ ഇതിൻ്റെ പേര് എക്സ്പ്ലോർ, എക്സ്പ്ലോയിറ്റ്, ട്രേഡ് ഓഫ് എന്നാണ്. രണ്ടിനും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട്. എന്താണ് ഗുണം എന്നുള്ളത് നോക്കാം. ഞാൻ പുതിയൊരു റെസ്റ്റോറൻ്റ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഗുണം? എനിക്ക് ഓൾറെഡി കുറേ റെസ്റ്റോറൻറ്റ്സിൽ നല്ല ഫുഡ് കിട്ടുമെന്നറിയാം, ചിലയിടത്ത് മോശമാണെന്നറിയാം. ഈ അറിവ് എനിക്ക് എങ്ങനെ കിട്ടി? ഇതുപോലെ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പുതിയൊരു റെസ്റ്റോറൻറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോയാൽ എൻ്റെ അറിവിൻ്റെ ശേഖരത്തിൽ എൻ്റെ അറിവിൻ്റെ ആവാനായിട്ട് ഒരു അമ്പും കൂടെ കൂടും. അടുത്ത പ്രാവശ്യം എനിക്കത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണ്?
ഞാൻ ഭാര്യയും കുഞ്ഞുമായിട്ട് എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ മോശം ഭക്ഷണമാണെങ്കിൽ ആ ഈവനിങ് സ്പോയിലായി പോവില്ലേ? അപ്പോൾ എക്സ്പ്ലോർ ചെയ്യണോ എക്സ്പ്ലോയിറ്റ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താണ് അതിന് ഒപ്റ്റിമൽ സൊല്യൂഷൻ? ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സമയമുണ്ടെങ്കിൽ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരാളെയും കൊണ്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്, മോശം ഭക്ഷണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നല്ല ഭക്ഷണം റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കറിയാവുന്ന അറിവിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിനെ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി വരുത്താൻ 1-2 ആൽഗോരിതംസ് തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു ഉദാഹരണം, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. എനിക്ക് 100 പേരെ ഒരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യണം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഒരു 10-20 പേര് വരാനേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ വന്നപ്പോൾ 100 പേരുണ്ട്. ഈ 100 പേരെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് തീർക്കാൻ സമയമില്ല. ഇത് കമ്പ്യൂട്ടറും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. കുറേ കാര്യങ്ങൾ ടാസ്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനുണ്ട്, പക്ഷേ സമയപരിമിതിയുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ ഈ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ, ഞാൻ ഒരു കണ്ടീഷൻ കൂടെ വെക്കുകയാണ്. ഈ 100 പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്ത ആളെ പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കളയാം. അത് വലിയൊരു പ്രശ്നമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരാൾ ഇൻ്റർവ്യൂ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ ഇതിനേക്കാളും നല്ലൊരാൾ വെയിറ്റിങ്ങിലുണ്ടാകും. ചിലപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇനി ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ കുഴപ്പമില്ലാന്ന് തോന്നി, വേറെ ആരെങ്കിലും കൊള്ളാവോ നോക്കുമ്പോൾ ചിലപ്പോൾ അത്രയും നല്ലൊരാളെ കിട്ടിയില്ല എന്നും വരും. സമയപരിമിതിയുണ്ട്, 100 പേര് ഇൻ്റർവ്യൂ തീർക്കാൻ സമയവുമില്ല. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഉപയോഗിച്ച് കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് റൂൾ ഓഫ് 37. അതിൻ്റെ ലോജിക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യത്തെ 37 പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ആരെയും എടുക്കുന്നില്ല. പക്ഷേ ഈ 37 പേര് കഴിയുമ്പോൾ എനിക്ക് ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാവും, എനിക്ക് എന്താണ് കൃത്യമായിട്ട് വേണ്ടതെന്ന് മനസ്സിലാവും. ഈ 37ാമത് മുതലുള്ള ആളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന 36 പേരെക്കാളും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആദ്യത്തെ ആളെ എടുക്കും, ആ ഇൻ്റർവ്യൂ അവിടെ അവസാനിപ്പിക്കും. ഇതാണ് റൂൾ ഓഫ് 37. ഇത് ഇങ്ങനെ പറയുമെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഇതിൻ്റെ പ്രോബ്ലം എന്താണ്? ഈ 37 പേര് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞല്ലോ, 37 പേര് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞല്ലോ, 37 ആൾക്കാരെ വീണ്ടും നമുക്ക് തിരിച്ചു പോയി അതിലാരെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും എങ്കിൽ ഈ റൂൾ ഓഫ് 37 വിൽ ചേഞ്ച് ടു റൂൾ ഓഫ് 61. എന്ന് വെച്ചാൽ 61 പേരെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാം. ഇതിനകത്ത് 61 പേരെ വരെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആര് വേണമെന്ന് ഡിസൈഡ് ചെയ്താൽ മതി. ഈ 100 പേരെയും ഇൻ്റർവ്യൂ ചെയ്ത് സമയം കളയണ്ട. ഈ 61 പേരിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് 100 വരെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ആൽഗോരിതംസ് ടു ലിവ് ബൈ എന്നുള്ള പുസ്തകത്തിനകത്തുനിന്ന് ഒരു ഉദാഹരണം. ഇതിന് മറ്റൊരു രീതിയിൽ ഇതിനെ പറയാൻ പറ്റും. അതായത് ഒരു വ്യക്തി 18 വയസ്സായി ഒരു പുരുഷനാണെന്ന് കരുതുക, പല സ്ത്രീകളുമായിട്ട് ജീവിതത്തിൽ പരിചയപ്പെട്ടു. 40 വയസ്സിനുള്ളിൽ അദ്ദേഹത്തിന് കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ എപ്പോഴാണ് ഒപ്റ്റിമമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് ഇതേ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ 18 വയസ്സ് 40 വയസ്സ് അതിനിടയ്ക്കുള്ള കാലയളവിനെ 37% മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 26.1 വയസ്സാണ്. അപ്പോൾ 18 വയസ്സ് മുതലേ പരിചയപ്പെടുന്ന ആൾക്കാരെ നോക്കുക, ആരെയും ചൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ ഇൻ ആൻഡ് ഔട്ടായിട്ട് നിൽക്കുക. 26.1 വയസ്സാകുമ്പോൾ ഇതുവരെ പരിചയപ്പെട്ടതിനേക്കാളും ബെറ്റർ ആയിട്ട് കാണുന്ന ആദ്യത്തെ ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഈ അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ തമാശയ്ക്ക് ഈ കഥ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വൈഫ് പറയാം, 40 വയസ്സ് വരെ കല്യാണം കഴിക്കാൻ നിൽക്കുകയാണല്ലേ, കാണിച്ചു തരാം എന്ന് തമാശയ്ക്ക് പുള്ളിക്കാരി പറഞ്ഞ്. പക്ഷേ ഇതായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും ഞാൻ 27ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്, ഞാൻ 26ാമത്തെ വയസ്സിലാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഇതേ ബുക്കിനകത്തുള്ളൊരു എക്സാമ്പിളാണ്, ഈ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് കിട്ടിയൊരു ഉദാഹരണമാണ്, അത് പറയാം. അതായത് ഞാൻ ഒരാളെ ജോലിക്ക് വെച്ചു, എൻ്റെ സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്ക് വെച്ചു. ഈ വ്യക്തിയെ കൊണ്ട് എന്തുമാത്രം ജോലി ചെയ്യിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ എങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുന്ന ജോലി കൂടിപ്പോയി കഴിഞ്ഞാൽ അയാൾ ആ ജോലി കൃത്യമായിട്ട് ചെയ്യത്തില്ല, ആ ജോലി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്താണ് മാർഗം? അപ്പോൾ വളരെ കുറച്ച് ജോലി മാത്രമേ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന പൈസ മുതലാവില്ല. അപ്പോൾ ആ വ്യക്തി ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ വേണം, ബോറടിക്കാൻ പാടില്ല, വർക്ക് ചെയ്യാൻ വേണം, സ്ട്രെസ്ഫുൾ ആകാനും പാടില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ? ഇതേ പ്രോബ്ലം നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ ഫേസ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കമ്പ്യൂട്ടറിന് നെറ്റ്വർക്ക് ഉണ്ടെന്ന് കരുതുക. നെറ്റ്വർക്കിൽ പുതിയതായിട്ടൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്തു. ഈ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്കൊരു ജോലി ചെയ്യിക്കണം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ എത്ര ജോലി ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് അൽഗോരിതമാണ്, അതിന് ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ
നമ്മളിപ്പോൾ ഇൻ്റർനെറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് TCP/IP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത കമ്പ്യൂട്ടറിന് ഒരു കുഞ്ഞ് ടാസ്ക് കൊടുക്കും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കമ്പ്യൂട്ടർ നമുക്കൊരു അക്നോളജ്മെൻറ്റ് തരും. അപ്പോൾ എന്ത് ചെയ്യും, അത് കൃത്യസമയം തന്നെ ചെയ്തു തരാൻ പറ്റി കൃത്യമായിട്ട് ടാസ്ക് ചെയ്തെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ജോലി നേരെ ഇരട്ടിയാക്കും. അതും അത് ചെയ്തു തരും. വീണ്ടും നമ്മൾ ആ ജോലി ഇരട്ടിയാക്കും. ഒരു പോയിന്റ് എത്തുമ്പം ഈ കമ്പ്യൂട്ടർ സ്ലോ ഡൗൺ ആവും, കൃത്യസമയത്ത് റിപ്ലൈ തരത്തില്ല, ചെയ്യുന്നത് തെറ്റിച്ച് തരികയും ചെയ്യും. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ? കൊടുത്ത ടാസ്ക് നേരെ പകുതിയാക്കുക. ഇപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് ഓരോ പാക്കറ്റായിട്ട് കൂട്ടുക. അതായത് കൊടുക്കുന്നത് നേരെ ഇരട്ടിയാക്കുന്നതിന് പകരം ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക. ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കതിനെ ഒപ്റ്റിമമായിട്ട് കണ്ടെത്താൻ പറ്റും. ഇത് നമുക്ക് നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രസകരമായ ഒരു സ്ട്രാറ്റജിയാണ്. അവിടെ നിന്ന് പതുക്കെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു കോൺസെപ്റ്റേക്ക് വന്നു, ഒരു കഥയിലേക്ക് പോകാം. നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വർഷങ്ങളോളം ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻ എടുക്കും. അപ്പോൾ ഈ പറയുന്ന കോൺസെപ്റ്റ് ബ്ലിങ്ക് എന്നൊരു ബുക്കിനകത്തുനിന്ന് എടുത്ത കോൺസെപ്റ്റാണ്. മാൽക്കോം ഗ്ലാഡ്വെൽ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ റിസർച്ചിനെ ബേസ് ചെയ്ത്, സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്ത് പറഞ്ഞ ഒരു പ്രിൻസിപ്പിളാണ് ബ്ലിങ്ക്. ബ്ലിങ്ക് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണ് ചിമ്മുക, നമ്മളൊന്നും ആലോചിച്ചുകൊണ്ടല്ലല്ലോ ബ്ലിങ്ക് ചെയ്യുന്നത്, നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷനാണ്. ഇതേപോലെ നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്ന സ്പീഡിൽ എടുക്കുന്ന പല ഡിസിഷൻസും ശരിക്കും പലപ്പോഴും ശരിയാകാറുണ്ട്. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. പണ്ട് വളരെ പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കഥ ഇങ്ങനെയാണ് പോകുന്നത്. കുറച്ച് കുട്ടികൾ ഒരു സെമിസ്റ്ററിൽ ജോയിൻ ചെയ്തു. ആ സെമിസ്റ്ററിൻ്റെ ആദ്യത്തെ ദിവസങ്ങളാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ ദിവസം ആയപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തു. ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് ഇവരെ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകരുടെ വീഡിയോ കാണിച്ചു. പക്ഷേ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ആംഗ്യം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു 1.5 മിനിറ്റാണ് അവർ ആ വീഡിയോ കണ്ടത്. എന്നിട്ട് അവർ ഈ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യണം. നിങ്ങളിപ്പോൾ കണ്ട അധ്യാപകൻ എത്ര നോളജബിളാണ്, എത്ര അറിവുണ്ട്, എത്ര ഫ്രണ്ട്ലിയാണ്, എത്രത്തോളം നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നാൽ നിങ്ങളെ സഹായിക്കും പോലെയുള്ള കുറേ ചോദ്യങ്ങൾ റേറ്റ് ചെയ്യാൻ പറഞ്ഞു. 1 തൊട്ട് 10 വരെ റേറ്റ് ചെയ്യാം. ഇവരെല്ലാം റേറ്റ് ചെയ്തു കൊടുത്തു. ഇവരിതിൻ്റെ കാര്യം പാടെ മറന്നുപോയി. ഇവരുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു സെമിസ്റ്റർ കഴിഞ്ഞു പോയി. സെമിസ്റ്റർ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതേ ക്വസ്റ്റ്യനെയർ വീണ്ടും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഒന്ന് റേറ്റ് ചെയ്യണം. എത്ര ഫ്രണ്ട്ലിയാണ്, എത്രത്തോളം അവർ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്, എത്രത്തോളം നോളജബിളാണ്. ഇവരിതെല്ലാം ഫില്ല് ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഇവർ ഇതുവരെ കണ്ടിട്ടില്ലാതെ അധ്യാപകരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് മാത്രം റേറ്റ് ചെയ്തതും ഒരു 6 മാസം അവരെ പഠിപ്പിച്ച് കഴിഞ്ഞും റേറ്റ് ചെയ്ത് രണ്ടും തമ്മിൽ വളരെ വളരെ സിമിലറാണ് എന്ന് മനസ്സിലായി. വിച്ച് മീൻസ് വി ഹാവ് എൻ ഇനേറ്റ് കപ്പാസിറ്റി ടു ടേക്ക് സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻസ്. അതാണ് ആ ബുക്ക് പ്രതിപാദിക്കുന്ന വിഷയം. പക്ഷേ അതിനകത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിനൊരു ദോഷമുണ്ട്. നമ്മൾ പലപ്പോഴും പ്രൈംഡായി പോകാറുണ്ട്. വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരാൾ ചിലപ്പോൾ ഒരു വഞ്ചകനായിരിക്കാം, ചിലപ്പോൾ ഒരു വലിയ ബിസിനസ് ആണെന്ന് നമുക്ക് ആ വേഷത്തിൽ നിന്നും നമ്മൾ ഇൻറ്റ്യൂറ്റീവായിട്ട് നമുക്ക് തോന്നിയെന്നിരിക്കാം. അതിനാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്നൊരു ഫാക്ടറിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻസ് എന്നുള്ളതാണ് ആ ബ്ലിങ്ക് എന്നുള്ളതിനകത്ത് നിന്ന് പറയാൻ വന്ന കഥ. പിന്നീട് അബദ്ധങ്ങളുടെ കഥകളിലേക്കാണ് പിന്നീട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ. അപ്പോൾ ശാസ്ത്രത്തിന് ഞാൻ പറഞ്ഞു അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അബദ്ധം പറ്റുക എന്നുള്ളത് മാത്രമല്ല, തിരുത്തുക എന്നുള്ളതും കൂടെയാണ് ശാസ്ത്രത്തിൻ്റെ ശൈലി. ശാസ്ത്രത്തിന് പറ്റിയ അബദ്ധം പറയുന്നത് പോലെ തന്നെ എപ്പോഴാണ് മനുഷ്യൻ അബദ്ധം പറ്റാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ബുക്ക് ഡാനിയൽ പിങ്ക് എഴുതിയ വെൻ എന്നൊരു ബുക്കാണ്. WHEN, വെൻ, എപ്പോൾ. എന്തുകൊണ്ട് ആ ബുക്കിന് അങ്ങനെ പേര് വന്നു എന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ വിൻഡോ ഉണ്ട്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഏറ്റവും കൂടുതൽ അനസ്തെറ്റിസ്റ്റ് കൊടുക്കുന്ന ഡ്രഗ് ഓവർഡോസായി ആൾക്കാർ മരിച്ചു പോകുന്നതും, കമ്പനീസിൻ്റെ CEO മണ്ടത്തരം വിളിച്ച് പറഞ്ഞ് സ്റ്റോക്കിൻ്റെ വില ഇടിയുന്നതും എല്ലാം ഈ 2 മണിക്കൂർ വിൻഡോയിലാണ്. ഈ 2 മണിക്കൂർ വിൻഡോ എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്കും വൈകിട്ട് 4 മണിക്കും ഇടയ്ക്കുള്ള 2 മണിക്കൂർ വിൻഡോ ആണ്. ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് ഏറ്റവും കുറച്ച് പ്രൊഡക്ടിവിറ്റി മനുഷ്യർക്കുള്ള സമയം എന്ന് പറയുന്നത് 2:55 എന്നുള്ളൊരു സമയമാണ്. ഒരു സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ നിന്നും അത് എന്തുകൊണ്ടായിരിക്കും എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാകുന്നത് 2 തരം ആൾക്കാരുണ്ട്. രാവിലെ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ആക്ടിവിറ്റി ഒന്ന് പ്ലോട്ട് ചെയ്താൽ, ആ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആക്ടിവിറ്റി കൂടി വന്ന് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ ഉച്ച കഴിയുമ്പോൾ പതുക്കെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ് ഏറ്റവും പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ, ഏറ്റവും കൊഗ്നിഷൻ വർക്ക് ചെയ്യാത്ത ഒരു പോയിന്റിലേക്ക് വരുന്ന സമയം. അത് കഴിഞ്ഞ് വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ അവരുടെ പ്രൊഡക്റ്റ്. അപ്പോൾ രാവിലെ വളരെ ആക്റ്റീവും വൈകിട്ട് താരതമ്യേനെ നല്ല രീതിയിൽ ആക്റ്റീവും എന്നുള്ള ഒരു തരം ആൾക്കാരുണ്ട്.
മറ്റു ചില ആൾക്കാരുണ്ട്, രാവിലെ മന്ദതയായിരിക്കും, എന്നാലും കുറച്ച് ആക്ടിവിറ്റി ഉണ്ടാകും. ഉച്ച കഴിഞ്ഞ് വളരെയധികം പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മൈനോറിറ്റി ആൾക്കാർ. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള, അത് രണ്ട് ടൈപ്പ് ആണെങ്കിലും, രാവിലെ പ്രൊഡക്റ്റീവ് ആണെങ്കിലും ഉച്ച കഴിഞ്ഞ് പ്രൊഡക്റ്റീവ് ആണെങ്കിലും രണ്ട് കൂട്ടുകാരുടെയും പ്രൊഡക്ടിവിറ്റി ഡിപ്പ് ചെയ്യുന്ന ടൈം ഉച്ചയ്ക്ക് 2 തൊട്ട് 4 മണി വരെയുള്ള വിൻഡോ ആണ്. ഇത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എല്ലാം അതിന് മുമ്പോ പിൻപോ ആക്കി മാറ്റാം. നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ പ്രൊഡക്ടിവിറ്റി ടൈം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. അത് നമുക്കും മറ്റുള്ളവർക്കും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ശാസ്ത്രത്തിൽ നിന്നും നമ്മൾ കടമെടുക്കുന്ന ആ ഒരു കഥ നമ്മളെ അങ്ങനെ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൽ നിന്നും ഞാൻ പതുക്കെ അബദ്ധങ്ങളുടെ മറ്റൊരു കഥകളിലേക്ക് വരാം. അബദ്ധത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ശാസ്ത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബ്രെയിനിനകത്തുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഒരു കടൽ കുതിരയുടെ ഷേപ്പുള്ള കുഞ്ഞി ഓർഗനാണ്. കടൽ കുതിരയുടെ ഷേപ്പുള്ള ഹിപ്പോ ക്യാമ്പസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോമിങ് ന്യൂ മെമ്മറീസ്. പുതിയ അറിവ് നേടാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ നമ്മളിത് പഠിച്ചത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു മുറിപ്പാട് ഉണ്ടാക്കിക്കൊണ്ടാണ്. പണ്ട് കാലത്ത് എപ്പിലിപ്റ്റിക് സീഷേഴ്സ്, ഈ സീഷർ വരുന്ന എപ്പിലിപ്റ്റിക് സീഷർ അറിയാമായിരിക്കുമല്ലോ, ഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത്, സീഷർ വരുന്നത്, നിരന്തരം സീഷേഴ്സ് വരുന്നതിൻ്റെ സൊല്യൂഷൻ ബ്രെയിനിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമുക്ക് ബെൻസോഡാസിപാംസ് പോലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷേ പണ്ട് കാലത്ത് ഈ ഫ്രണ്ടൽ ലോബും പല ബ്രെയിനിൻ്റെ പല ലോബ്സിനെ പല പോർഷൻ കട്ട് ചെയ്ത് കളയുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ ഹെൻറി മൊളൈസൺ എന്ന പേരുള്ള 27 വയസ്സുകാരൻ്റെ ബ്രെയിനിൻ്റെ ഒരു പോർഷൻ ഡോക്ടർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് 1950കളിലാണ്. പക്ഷേ ഇദ്ദേഹം ഇത് കഴിഞ്ഞ് പിന്നീട് വർഷങ്ങളോളം ജീവിച്ചിരുന്നു. അദ്ദേഹം 82 വയസ്സ്, 27 വയസ്സുകാരൻ 2008 വരെ ജീവിച്ചിരുന്നു, 82 വയസ്സ് വരെ ജീവിച്ചിരുന്നു. പക്ഷേ ഈ സർജറി ചെയ്ത ഡോക്ടർമാർ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഹിപ്പോ ക്യാമ്പസും കൂടെ റിമൂവ് ചെയ്യാൻ ഇടയായി. അദ്ദേഹം പിന്നീട് ഹിപ്പോ ക്യാമ്പസ് ഇല്ലാതെ ജീവിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുതിയ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് 27 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് വന്ന് സംസാരിച്ചാലും 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്ന് സംസാരിച്ചാൽ വീണ്ടും അദ്ദേഹം പേര് ചോദിക്കുമായിരുന്നു. ഹി വാസ് അൺഏബിൾ ടു ഫോം ന്യൂ മെമ്മറീസ്. ഇത് ശാസ്ത്രത്തിന് പറ്റിയ വലിയൊരു ഒരു വിഷമകരമായ കാര്യമാണ്. പക്ഷേ അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പുറത്ത് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തി. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പേര് പുറത്ത് പറഞ്ഞിരുന്നില്ല. HM എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പേഷ്യൻ്റ് HM എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. പിന്നീട് അദ്ദേഹം മരണശേഷം 2008 മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി മൊളൈസൺ ആണെന്ന് ലോകം അറിയുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറത്ത് നടത്തിയ ചില എക്സ്പെരിമെൻറ്റ്സ് പറയാം. അദ്ദേഹത്തിന് പുതിയ മെമ്മറി ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിന് ചില മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില മാത്തമാറ്റിക്കൽ പസിൽസ് കൊടുത്തു. റുബിക്സ് ക്യൂബ് അല്ല, അതിന് സമാനമായ സിമ്പിൾ പസിൽസ് കൊടുത്തു. ആ പസിൽസ് അദ്ദേഹം ഓരോ പ്രാവശ്യം ചെയ്തു വരുന്തോറും ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടുന്നതായിട്ട് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിന് പസിൽ ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയില്ല. പക്ഷേ അദ്ദേഹം ഈ പസിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ വേഗമായി വന്നു. അപ്പോൾ അത് വേറെ ഏതോ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണെന്ന് പഠിച്ചു. പക്ഷേ നമ്മൾ ഹിപ്പോ ക്യാമ്പസിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു തുടങ്ങി. ഹിപ്പോ ക്യാമ്പസ് ആണ് പുതിയ മെമ്മറീസ് ഫോം ആകുന്നത് എന്നുള്ളത് പഠിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലണ്ടനിലെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ, ടാക്സി ഓടിക്കുന്ന ആൾക്കാരുടെ ഹിപ്പോ ക്യാമ്പസ് കുറച്ച് വലുതാണെന്നുള്ള സ്റ്റഡി വരുന്നത്. അതെന്താണ് ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഹിപ്പോ ക്യാമ്പസ് വളരെ വലുത് എന്ന് നമ്മൾ അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് പലപ്പോഴും വളരെ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെയോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെയോ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഹിപ്പോ ക്യാമ്പസ് വലുതാണെങ്കിൽ പറയാം, അവർ ജന്മന അവരുടെ ഹിപ്പോ ക്യാമ്പസ് വലുതാണ്, അതുകൊണ്ട് അവർ ആ പൊസിഷനിലെത്തി. പക്ഷേ ഈ ലണ്ടൻ ടാക്സി ഡ്രൈവേഴ്സിന് എന്താണ് പ്രത്യേകത? ലണ്ടൻ ടാക്സി ഡ്രൈവേഴ്സിന് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പ്രത്യേകതയുണ്ട്. അവർ ലണ്ടനിലുള്ള 12,000 റൂട്ടുകൾ കാണാതെ പഠിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ലണ്ടനിലെ ടാക്സി ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് കിട്ടുക എന്നുള്ളത് വളരെ ദുർഘടമായൊരു പ്രോസസ്സാണ്. അവർ പലപ്പോഴും കഷ്ടപ്പെട്ട് റൂട്ടുകൾ കണ്ടുപിടിക്കുക, കാണാതെ പഠിക്കുക. പിന്നെ എക്സാം ഇങ്ങനെയാണ്, ഒരു ഇൻവിജിലേറ്റർ വണ്ടിയിൽ കയറിയിരിക്കും, ഷോർട്ടസ്റ്റ് റൂട്ടിൽ ഒരു കടയുടെ പേര് പറഞ്ഞാൽ ആ കടയിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിന് ചെയ്യുന്നത് പോലെ കഷ്ടപ്പെട്ട് അവർ പഠിക്കുന്നു. ഇങ്ങനെ പഠിക്കുന്നത് കാരണം അവരുടെ ഹിപ്പോ ക്യാമ്പസ് വലുതാകുന്നു എന്നുള്ളതാണ് ആ സ്റ്റഡി. അത് നമുക്ക് വലിയ പ്രത്യാശ തരുന്ന ഒരു സ്റ്റഡിയാണ്. കാരണം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഹിപ്പോ ക്യാമ്പസും വലുതാവും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടുന്നു. അപ്പോൾ അതുവരെ പലപ്പോഴും വിശ്വസിച്ചിരുന്ന യു ഡൈ വിത്ത് ദ സെയിം നമ്പർ ഓഫ് ന്യൂറോൺസ് ഓർ പ്രോബബ്ലി ലെസ്സർ ദാൻ ദാറ്റ്, പുതിയ ന്യൂറോൺസ് ഉണ്ടാകുന്നില്ല എന്ന് ഉള്ളത് തിരുത്തി കുറിച്ച ഒരു സ്റ്റഡിയാണ് ഈ ലണ്ടൻ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ സ്റ്റഡി. അതിൽ നിന്നും പതുക്കെ നമുക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ച് പറയുകയാണ്, ശാസ്ത്രത്തിനെ പറ്റിയ അബദ്ധങ്ങൾ, അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് പതുക്കെ ഞാൻ അടുത്ത കഥയിലേക്ക് വരികയാണ്. അത് ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. വിക്ടർ ഫ്രാങ്കൽ എന്ന ഒരു സൈക്യാട്രിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ഫിസിഷ്യൻ എല്ലാമായ ഒരു ഡോക്ടർ. അദ്ദേഹം ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ പുസ്തകം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ പുസ്തകം, ഒരുപാട് ഭാഷയിൽ തർജ്ജമ ചെയ്ത പുസ്തകമാണ്. ഇദ്ദേഹം വേൾഡ് വാർ സമയത്ത് ജീവിച്ചിരിക്കുകയും
അദ്ദേഹത്തിനെ നാസി ജർമ്മനി അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും തടവിലാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം 3 വർഷത്തോളം പ്രിസണിലായിരുന്നു. പലപ്പോഴും ഗ്യാസ് ചേമ്പറിൽ കൊണ്ടുപോയി അദ്ദേഹം ഗ്യാസ് ചെയ്യാൻ പോയി. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ടോ ചില സാഹചര്യം കാരണം അദ്ദേഹത്തെ തിരിച്ച് ജയിലിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മാൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ള പുസ്തകത്തിൻ്റെ ആദ്യത്തെ പകുതി അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. രണ്ടാമത്തെ പകുതി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് കോൾഡ് ലോഗോ തെറപ്പി. മാനസികമായി പല സ്ട്രെസ്സും വിഷമം അനുഭവിക്കുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അദ്ദേഹം എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് കഥ. ഇദ്ദേഹം ജയിലിൽ കിടന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ചില ആൾക്കാർ ജയിലിൽ പെട്ടെന്ന് ഹോപ്പ് പോയി അസുഖബാധിതരായി മറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കുന്നുണ്ട്. പക്ഷെ വേറെ ചില ആൾക്കാർ അവർ തളരുന്നില്ല. ദേ വർക്ക് സോ ഹാർഡ്. അവർക്ക് വീണ്ടും പ്രത്യാശ എവിടെയോ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ഇതായിരുന്നു: ഇഫ് യു ഹാവ് എ പേർപ്പസ് ഇൻ ലൈഫ്, നമുക്ക് ജീവിതത്തിലൊരു പേർപ്പസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ പ്രതിസന്ധി അതിജീവിക്കും. ഇപ്പോൾ വരാൻ പോകുന്ന ആടുജീവിതം പോലെയുള്ള സിനിമകളും അതിൻ്റെ ബുക്കും ഒക്കെ അതിനെ ജീവിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു വിക്ടർ ഫ്രാങ്കലിൻ്റെ. അദ്ദേഹം 3 കൊല്ലം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം റിലീസായി പുറത്ത് വരികയായിരുന്നു. അല്ലാണ്ട് അദ്ദേഹത്തിന് പുറത്ത് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ബുക്ക് ആദ്യത്തെ ഭാഗം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം ഈ ലോഗോ തെറപ്പി, എങ്ങനെ ആൾക്കാരുടെ ലൈഫിൽ ഒരു പേർപ്പസ് കൊണ്ടുവരാം, ലൈഫിന് എങ്ങനെ ഒരു മീനിങ് കൊണ്ടുവരാം, അതിലൂടെ ആൾക്കാരുടെ സ്ട്രെസ്സും ബുദ്ധിമുട്ടും വിഷമവും എങ്ങനെ മാറ്റിക്കൊണ്ടുവരാം എന്നുള്ളൊരു തെറപ്പിയാണ് ലോഗോ തെറപ്പി. ലോഗോ തെറപ്പി ലോകമെമ്പാടും പ്രസിദ്ധി ആർജിക്കുകയും ചെയ്തു. റീസെൻ്റ്ലി ഇക്കിഗായി എന്നൊരു പുസ്തകം പുറത്തിറങ്ങിയിരുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പേർപ്പസ് വേണം എന്നുള്ള ഒരു പുസ്തകം. അതിനകത്തും ഈ ലോഗോ തെറപ്പിയെ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലോഗോ തെറപ്പിയുടെ പ്രാധാന്യം അത്രയും ഏറി വരുന്നത്. ഇക്കിഗായിയെക്കുറിച്ച് ജസ്റ്റ് 2 വാക്ക് പറയാം. പലരും കേട്ടിട്ടുണ്ടാകും. ജപ്പാനിലെ ഒരു പെർട്ടിക്കുലർ ഐലൻഡിലുള്ള ആൾക്കാർ വളരെയധികം നാൾ ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഒരു പത്രപ്രവർത്തകൻ അന്വേഷിച്ച് പോയപ്പോഴാണ് അവർക്ക് ഒരു ലൈഫിലൊരു പേർപ്പസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. കുറച്ച് നാൾ മുമ്പ്, ഏതാനും 1-2 മാസങ്ങൾക്ക് മുമ്പ്, തിരുവനന്തപുരത്ത് മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് അക്ഷരോത്സവം നടന്നപ്പോൾ ഇക്കിഗായുടെ ഓതർ തിരുവനന്തപുരത്ത് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലൊരു പേർപ്പസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹെൽത്തും കൂടെ നോക്കും. കാരണം നമ്മുടെ പേർപ്പസ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിരിക്കണം എന്നുള്ള അങ്ങനെ ഒരു കാര്യം കൂടെ അദ്ദേഹം അതിനകത്ത് സൂചിപ്പിച്ച് പോയി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ പതുക്കെ അടുത്ത പോയിന്റിലേക്ക് വരാം. ഞാൻ ഈ മെഡിക്കൽ സയൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ കൗതുകം ജനിപ്പിച്ച മറ്റൊരു കഥയും കൂടെ പറയാതിരിക്കാൻ വയ്യ. ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഒരു അസുഖത്തിൻ്റെ പ്രത്യേകതയുണ്ട്. നമുക്ക് സംസാരശേഷി നഷ്ടപ്പെടും അസുഖം വന്നു കഴിഞ്ഞാൽ. പക്ഷേ പാട്ട് പാടാൻ പറ്റും. യു കനോട്ട് ടോക്ക് ബട്ട് യു ക്യാൻ സിങ്. ആ അസുഖത്തിൻ്റെ പേര് ബ്രോക്കസ് അഫേഷ്യ എന്നാണ്. ആ ബ്രോക്കസ് അഫേഷ്യ എന്നുള്ള അസുഖം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഒരു ബ്രോക്ക എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്. അതുകൊണ്ടാണ് അതിനെ ബ്രെയിനിലെ ബ്രോക്ക എന്നൊരു ഏരിയ ഉണ്ട്, ബ്രോക്കസ് ഏരിയ. ബ്രോക്കസ് ഏരിയ ഇസ് റെസ്പോൺസിബിൾ ഫോർ സ്പീച്ച് സിന്തസിസ്. നമ്മുടെ ഭാഷ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ലീഷൻ വരികയോ അവിടെ ഇഞ്ചുറി വരികയോ ചെയ്താൽ നമുക്ക് ഭാഷ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് 1% ആൾക്കാർക്ക്, ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് പാട്ട് പാടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകാറില്ല. അത് ബ്രെയിനിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ പാട്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. ഇറ്റ്സ് കോൾഡ് ഹാർമോണിക് ഇൻറ്റോണേഷൻ തെറപ്പി. ഇതും ശാസ്ത്രം പല അബദ്ധങ്ങളിലൂടെയും അല്ലെങ്കിൽ ആൾക്കാർക്ക് പറ്റിയ ആക്സിഡൻറ്റിൽ നിന്നും പഠിച്ചതാണ്. ഈ ബ്രോക്ക എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻറ്റ് വന്നു. ആ പേഷ്യൻ്റ് ഇപ്പോൾ പറയുന്ന ടാൻ എന്നാണ്. അദ്ദേഹം ടാൻ എന്നുള്ള വാക്ക് മാത്രമേ പറയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് അവിടെ ഒരു ലീഷൻ ഉണ്ടെന്ന് മനസ്സിലാവുകയും അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ആ ഏരിയയിൽ ലീഷൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാതെ പോയതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നീട് ആ സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് ആ ബ്രോക്കസ് ഏരിയ അറിയപ്പെട്ടത്. ലെഫ്റ്റ് ടെമ്പറൽ ലോബിലാണ്. നമുക്ക് ബ്രെയിനിൽ പല ലോബുണ്ട്. ഫ്രണ്ടൽ ലോബുണ്ട്, പെരേറ്റൽ ലോബുണ്ട്, ഓക്സിപിറ്റൽ ലോബുണ്ട്, ടെമ്പറൽ ലോബുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ടെമ്പറൽ ലോബിലാണ് നമുക്ക് ബ്രോക്കസ് ഏരിയ മിക്കവർക്കും സ്ഥിതി ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ അടുത്ത് 9:45 കഴിയുമ്പോൾ നിർത്തണം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കഥയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. വേറെ കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഫ്ലോ എന്നുള്ള ഒരു കഥയും കൂടെ, അതും ഒരു തരത്തിലൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. മിഹായ് സിക്സൻമിഹായ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ആണ് ജനിച്ചത്. അന്ന് അദ്ദേഹം ജനിച്ച സമയത്ത് അവിടെ ഒരുപാട് പട്ടിണിയും ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്താണ് ശരിക്കും മനുഷ്യന് സന്തോഷം തരുന്നത് എന്ന് അന്വേഷിച്ച് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം അത് കണ്ടെത്തുകയും ചെയ്തു. കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം ഈ
പടം വരയ്ക്കുകയും കവിത എഴുതുകയും ചെയ്യുന്ന ആൾക്കാരെ കണ്ടപ്പോൾ മണിക്കൂറുകളോളം അവർ അവരുടെ ജോലിയുമായി വ്യാപൃതരായിരിക്കുന്നു എന്ന് മനസ്സിലായി. ഒരു വ്യക്തി ഇത്രയും മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വ്യാപൃതരാകണമെങ്കിൽ അത്രയും സന്തോഷം കിട്ടാതെ ആരും ചെയ്യില്ലല്ലോ. എന്താണ് അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് അന്വേഷിച്ച് പോയി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മൾ വളരെ ഇൻവോൾവായി ബാക്കി എല്ലാം മറന്നുപോയി, ആഹാരം കഴിക്കാൻ പോലും മറന്നുപോയി ഇരിക്കുന്നൊരവസ്ഥയെ അദ്ദേഹം ഫ്ലോ എന്ന് പേരിട്ട് വിളിച്ചു. ഈ മിഹായ് സിക്സൺമിഹായുടെ പുസ്തകത്തിൻ്റെ പേരും ഫ്ലോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ഫുള്ള് വർക്ക് ചെയ്ത് ഈ ഫ്ലോവിനെ ആസ്പദമാക്കിയാണ്. എന്താണ് ഫ്ലോ എന്നുള്ളത് പറയാം. ഒരു കൊച്ചുകുട്ടിക്ക് ഞാൻ ടാസ്ക് കൊടുത്തു. ഈ ടാസ്ക് കൊച്ചുകുട്ടിക്ക് വളരെ എളുപ്പമാണെങ്കിൽ ആ കുഞ്ഞിന് ബോറടിക്കും. പകരം ആ ഹോംവർക്ക് വളരെ ചലഞ്ചിങ് ആണെങ്കിൽ, വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ആ കുഞ്ഞ് സ്ട്രെസ്ഫുൾ ആകും, അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനിടയ്ക്ക് എപ്പോഴോ ആ കുഞ്ഞിൻ്റെ കഴിവിനെ ചെറുതായി ഒന്ന് ചലഞ്ച് ചെയ്താൽ അത് ആ ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ ബാക്കിയുള്ള എല്ലാം മറന്ന് ചെയ്യുന്നതിനെയാണ് ഫ്ലോ എന്ന് പറയുന്നത്. അത് കൃത്യമായി അദ്ദേഹം സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞത്, നമുക്ക് നമ്മുടെ ചാലഞ്ചസിനെ 7% നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ഫ്ലോയിലാകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുഞ്ഞു ടോക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് നമ്മൾ കഥയിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം? കാരണം ഈ കഥകളെല്ലാം നമ്മൾ ചെറുപ്പം മുതലേ കഥകൾ കേട്ട് ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഫോം ചെയ്ത ആൾക്കാരാണ്. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ ഇമോഷൻസിനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശാസ്ത്രം എപ്പോഴും ലോജിക്കലായിട്ട് മാത്രം തിങ്ക് ചെയ്യുന്ന ഒരു ശാസ്ത്രമാണെന്ന് തോന്നുമെങ്കിലും അതിനകത്ത് ഒരുപാട് ഇമോഷൻസ് കൂടി കലർന്നതാണ്. കാൾ സേഗൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ആസ്ട്രോഫിസിസിസ്റ്റ് ആ പേൽ ബ്ലൂ ഡോട്ടിനെ നോക്കി അതാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞത് ലോജിക്കലല്ല, അത് ഇമോഷണലാണ്. ഞാൻ ഒരു കുഞ്ഞു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ഒരു വാച്ചിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇത് കാസിയോ ഇറക്കിയ ഒരു വാച്ചാണ്. ഈ വാച്ചിൻ്റെ മോഡൽ നമ്പർ F91W എന്നൊരു മോഡലാണ്. ഇത് 30 കൊല്ലം മുമ്പ് കാസിയോ ആദ്യം മാർക്കറ്റിൽ ഇറക്കിയ വാച്ച് ഇപ്പോഴും 3 മില്യണോളം വർഷം തോറും വിറ്റ് പോകുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വാച്ച് വളരെ സിമ്പിൾ ഡിജിറ്റൽ വാച്ചാണ്. ഒരു കാലഘട്ടത്തിൽ ഈ വാച്ച് ഇട്ടുകൊണ്ട് എയർപോർട്ടിൽ പോയാൽ തീവ്രവാദിയാന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുമായിരുന്നു. കാരണം ആൾക്കാർ ടൈം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നൊരു ഈ വാച്ച് യൂസ് ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഒബാമ പബ്ലിക്കായിട്ട് വന്ന സമയത്ത് പണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചാണ്. അതേപോലെ തന്നെ ഒസാമ ബിൻ ലാദനും ഉപയോഗിച്ചിരുന്ന വാച്ചാണ്. ഒസാമ ബിൻ ലാദൻ പബ്ലിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരേ ഒരു ബ്രാൻഡഡ് ഐറ്റം ഈ കാസിയോയുടെ F91W ആണ്. ടെററിസ്റ്റ് ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന വാച്ചിനെ പിടിക്കാൻ വന്നിരുന്ന പട്ടാളക്കാരും ഒരു കാലത്ത് ഇതേ വാച്ച് കെട്ടിക്കൊണ്ട് വന്നിരുന്നു. ഈ വാച്ചിൻ്റെ ചെറിയ ഫ്ലോ ഉണ്ട്. അത് ഇതിൻ്റെ ലൈറ്റ് നമ്മൾ കത്തിച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഒരു സൈഡിൽ മാത്രമേ ലൈറ്റ് കത്തുള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ലൈറ്റ് അതിനെ ഫുള്ളി ഇലൂമിനേറ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇപ്പോഴും ഈ ഇറങ്ങുന്ന വാച്ചിന് കാസിയോ ആ ഡിഫക്റ്റ് അങ്ങനെ തന്നെ നിലനിർത്തി പോന്നു ഈ വാച്ചിൻ്റെ പ്രാധാന്യം കൊണ്ട്. ഇപ്പോൾ എത്രയോ തരം വാച്ചുകളുണ്ടെങ്കിൽ ഇപ്പോഴും ഇത്രയും ആൾക്കാർ വർഷം തോറും വാങ്ങിക്കുന്നത് ഇതിൻ്റെ പുറകിൽ കഥയുള്ളത് കൊണ്ടാണ്, ഇതിൻ്റെ പുറകിൽ ചരിത്രമുള്ളത് കൊണ്ടാണ്. യു ഡോണ്ട് ജസ്റ്റ് ക്യാരി ടൈം വിത്ത് യു, യു ക്യാരി ടൈംലെസ് മെമ്മറീസ് ആൻഡ് എ ബിഗ് ഹിസ്റ്ററി വിത്ത് യു. ഇതാണ് കഥകളുടെ പ്രത്യേകത. നമുക്ക് ലോകം കുറച്ചുകൂടെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ നമ്മളെ സഹായിക്കും. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആസ്വാദ്യകരമാകും. കുറച്ചുകൂടെ നമ്മുടെ ഉള്ളിലുള്ള ഏതൊക്കെയോ വികാരങ്ങളെ അത് ഉണർത്തും. കുറച്ചുകൂടെ നമ്മളെ ഹമ്പിളാക്കും. ശാസ്ത്രം നമ്മളെ ഹമ്പിളാക്കില്ലെങ്കിൽ മറ്റൊന്നും നമ്മളെ ഹമ്പിളാക്കില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ ഫോർ ദിസ് സ്മോൾ ഈവൻറ്റ് ആൻഡ് മൈ ഹമ്പിൾ and I'm submitting this in front of you. Thank you so much. Thanks a lot. താങ്ക് യു രാഹുൽ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അല്ലേ? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഇന്നുവരെ കിട്ടാത്ത വേറൊരു ക്ലാസ്സാണ്. ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല രാഹുൽ. സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, എനിക്ക് രാഹുലിനെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. രാഹുലിനെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം. കാരണം രാഹുലിന് ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് എടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു കുട്ടികളുടെ ഒരു ബാച്ച് ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ ഒരു ഏകദേശം 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഗ്രൂപ്പുണ്ട്. അതിൽ കുറച്ച് മക്കളും കൂടി ഇതിൽ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ മക്കൾക്കും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, നമുക്ക് രാഹുലിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. എങ്ങനെ പരിചയപ്പെട്ടത് രാഹുലിനെ? നമ്മുടെ കോളേജിലെ ക്യാമ്പില് രാഹുൽ ഒരു ക്ലാസ് എടുത്തു, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു ക്ലാസ് എടുത്തായിരുന്നു മാം ഇപ്രാവശ്യം. പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡിഫറെന്റ് ആയിട്ട് ഒരു ക്ലാസ് നമ്മള് ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമ്മളിങ്ങനെ ഒരാളിനെ പരിചയപ്പെടാതെ പോയത് എങ്ങനെയാന്ന് ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. ജേക്കബ് മാത്യു സാറും ഫസ്റ്റ് സാറൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ
ഇത് ഫിലോസഫി ആണോ സയൻസ് ആണോ എന്തോ പറഞ്ഞെന്നൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇത്രയും നല്ലൊരു വായനക്കാരനാണെന്ന് മനസ്സിലായത് വേറൊരു അതിശയപ്പെട്ട കാര്യമാണ്. ഈ റെയറായിട്ട് കിട്ടുന്ന കാണുമായിരിക്കും, നമ്മള് കാണാത്തതായിരിക്കും, എന്നാൽ പോലും അങ്ങനെയുള്ള ബുക്കുകളൊക്കെ എടുത്തു വെച്ച് വായിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് തന്നെ രാഹുലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഞാൻ കാണുവാണ്. ഇത് ഒരു ക്ലാസ് കൊണ്ടൊന്നും ഇതിപ്പോ ഞങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റിയോന്നൊന്നും അറിഞ്ഞുകൂടാ. ചെറിയ കുറെ കാര്യങ്ങളായിട്ടാണ് നമുക്കിങ്ങനെ മനസ്സിൽ തോന്നുന്നത്. എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ച് കേട്ടു. ഒന്നുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കും. ഇത് മനസ്സിലാകാത്തതല്ല, ഓരോ കഥകൾ കേൾക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് ഇപ്പൊ അൽഗോരിതം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്കൊന്നും സത്യം പറഞ്ഞാൽ അത് എന്താണെന്നേ അറിഞ്ഞുകൂടാ. അത് എന്താണെന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ ഭാഗമായതുകൊണ്ട് അതിനെയൊക്കെ ആ വാക്കുകളൊക്കെ കളയുവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൂടുതലും എനിക്കൊന്ന് ഫിലോസഫി പറഞ്ഞതുപോലെ തോന്നി. നല്ല ഒരു ക്ലാസ് ആയിരുന്നു അത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഓരോ കോൺസെപ്റ്റിലും ഒന്നുകൂടെ ഒന്ന് ഉറച്ചു നിന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്നുകൂടെ ഗ്രഹിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഓടിച്ചു പോയതുപോലെയാണ് തോന്നുന്നത്. അത് എല്ലാവർക്കും എങ്ങനെയാ ഫീൽ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനാണെങ്കിൽ നാളെ ഞാൻ വെളുപ്പിനെ തൃശ്ശൂർ ഒന്ന് പോകാനായിട്ടിരിക്കുകയാണ്. അപ്പം ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ ജോലി എനിക്ക് അടുക്കി പറക്കി വെക്കാനുള്ളതൊക്കെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ കേട്ടങ്ങ് ഇരുന്ന് പോയി എന്നുള്ളതാണ്. എനിക്ക് എഴുന്നേക്കാൻ തോന്നിയില്ല. എഴുന്നേറ്റ് പോയി എനിക്ക് ഇത് കേൾക്കുകയും ചെയ്യാം, എനിക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്യാം വേണമെങ്കിൽ. ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പോകാൻ തോന്നിയില്ല. ഞാൻ ഇരുന്ന് അങ്ങ് കേട്ടത്. എനിക്ക് ബാക്കി എന്റെ ജോലികളൊക്കെ അവിടെ കിടക്കുന്നു, അതവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. എന്നാലും അത്രയും ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ് ക്ലാസ്. അപ്പൊ അതൊരു എനിക്ക് പല നമുക്ക് കോളേജ് പ്രിൻസിപ്പൽമാരോട് റെക്കമെൻഡ് ചെയ്യാം, ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, വിളിച്ച് ക്ലാസ് എടുപ്പിക്കാം എന്നൊക്കെ ഉള്ള നമുക്ക് തന്നെ അല്ലേ സാർ? ജേക്കബ് മാത്യു സാർ? അതെ അതെ. പക്ഷെ നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ് ആരെയും കാണുന്നില്ല. അതാണ് അങ്ങനെ നമുക്ക് ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അധ്യാപകരുണ്ട്. പക്ഷെ അവരൊന്നും ഇതിന്റെ അയൽവക്കത്ത് വരുമോന്ന് എനിക്ക് സംശയമാണ്. അത്രയും ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ സയൻസ് ആണോ ഫിലോസഫി ആണോ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു ഷർമിള പറയുന്ന പോലെയാണ്. ഇനിയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലേ നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാവുകയുള്ളൂ. പിടിച്ചിരുത്തി എന്നുള്ളതാണ് കേട്ടോ ആ ക്ലാസ്. അതെന്താണ് പറയാൻ പോകുന്നതെന്ന് ഓരോ കഥകൾ കേൾക്കുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുവാണ്, അടുത്ത് എന്താണ് പറയാൻ പോകുന്നത്, അതിനകത്തുനിന്ന് എന്ത് കോൺസെപ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ആ ഡിറ്റർമിനേഷൻ ഒക്കെ ആയാലും അത് നമ്മൾ പണ്ടേ പറയുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നമുക്കത് കിട്ടും എന്നൊക്കെ ഉള്ള ആ കഥയാണല്ലോ അവസാനം പറഞ്ഞത്. അതൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിലും അത് ആ ഓരോ ബുക്കിന്റെ കാര്യം പറയുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ഒരു വണ്ടർഫുൾ ആയിട്ട് നമുക്ക് തോന്നുകയാണെന്നുള്ളതാണ്. രാഹുലിന്റെ വീട് എവിടെയാണ്? സ്ഥലം കേൾക്കുന്നില്ല. പട്ടമാണോ? ശരി ശരി. താമസിക്കുന്ന പേട്ടയിലാണ്, ജനിച്ചു വളർന്നത് പേട്ടയിലാണ്. സ്വന്തം സ്ഥലം മാവേലിക്കരയാണ്, ചെട്ടികുളങ്ങര എന്നൊരു സ്ഥലത്താണ്. അച്ഛൻ ജോലിയായിട്ട് ഇവിടെ വന്നിട്ട് ജനിച്ചു വളർന്നതല്ല ഇവിടെയാണ്. മാവേലിക്കരയുള്ള ടീച്ചേഴ്സ് ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഡോക്ടർ രാജേശ്വരി ഒക്കെ ഉണ്ട് മാവേലിക്കര. ബീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിലെ സ്റ്റാഫ് എല്ലാം നമ്മുടെ അല്ലേ? ബീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് മാവേലിക്കര. രാഹുൽ, നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺസ് ആണ്. മിക്ക ആൾക്കാരും ഗവൺമെന്റ് പോസ്റ്റുകളിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്. ജേക്കബ് സാറ് നമ്മളെ ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ പ്രിൻസിപ്പലായിരുന്നു, മുൻ സിൻഡിക്കേറ്റ് മെമ്പറാണ്. അൽസലാം മാമും അതേപോലെ കോളേജിൽ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തത്. വസന്തകുമാരൻ സാറും അതുപോലെ. ഇവരെല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ പോസ്റ്റുകളിൽ ഇരുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ തുടങ്ങിയതാ. ഒരുപാട് മെമ്പേഴ്സ് ഫസ്റ്റിലൊക്കെ ജോയിൻ ചെയ്യുമായിരുന്നു. ഇപ്പം മിക്ക ആൾക്കാർക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എണ്ണം കുറഞ്ഞു വരുന്നു. ഞങ്ങളെ പോലുള്ളവരാണ് രാഹുലിന്റെ ക്ലാസ് കേട്ട് ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. ഗീത മാം ഉണ്ട്. ഗീത മാമും ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഇരുന്ന് പ്രിൻസിപ്പൽ ആയിട്ടിരുന്ന് എന്നെ റിട്ടയർ ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ഗ്രൂപ്പാണ് ഇത്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ ഗ്രൂപ്പാണ് രാഹുൽ. അങ്ങനെ ഒരു ഗ്രൂപ്പില് രാഹുലിനെ ക്ഷണിക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. രാഹുലിന് ഇവരെല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ തന്നെ ഏറ്റവും വലിയൊരു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തിയത് എങ്ങനെയാണ്. രാഹുലിനെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഇതുപോലെയുള്ള നമ്മുടെ ലിങ്കുകൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ.
ഇത് രാഹുൽ, ക്ലാസ്സിനെ പറ്റി പറയാനായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കയറിയില്ല. ഞാൻ യാത്രയിലായിരുന്നു. വന്ന് വീട്ടിൽ കയറിയ ഇപ്പൊ തന്നെ ഞാൻ ഇത് ഓൺ ഞാൻ ചെയ്യുകയും. വിളിച്ചു മാമിനെ, ഞാൻ വിളിച്ചു മാമിനെ. കേട്ടോ. ഞാൻ കാറിലായിരുന്നോണ്ട് എടുക്കാത്തതാണ്. അപ്പൊ മത്സൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ കുറേ വിഷയങ്ങൾ പല കഥകളാക്കി പറഞ്ഞു തന്നു. ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, കേൾക്കായികയില്ല. എന്നാലും അതിനകത്തും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ആ കേട്ട കഥയിൽ തന്നെ ചില കേൾക്കാത്ത വാചകങ്ങളും കേൾക്കാത്ത കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ നന്നായിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ, ഞാൻ പറഞ്ഞല്ലോ, ശർമിള പറഞ്ഞല്ലോ, കൊച്ചുകുട്ടികളുടെ ഒരു ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസമായി നമ്മൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് നല്ല പനിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളായി നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഏപ്രിൽ മുതൽ അത് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൊച്ചുമക്കളൊക്കെ ആണ് അതിനകത്ത് ക്ലാസ്സിൽ ഉള്ളത്. 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ്. അപ്പോൾ രാഹുലിൻ്റെ ഈ കഥകളൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടികളടുത്ത് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് നല്ല കൗതുകമായിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിലും കൂടെ വന്നാൽ, ആ ക്ലാസ്സുകളിൽ കൂടെ വന്നാൽ കൊള്ളായിരുന്നു. ഞങ്ങളത് തുടങ്ങുന്നേ ഉള്ളൂ. നന്നായിരിക്കുന്നു. ഇനിയും ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും ഫുള്ളായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും കുറേ കഥകൾ രാഹുലിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. ചില കോൺസെപ്റ്റുകൾ നമ്മളെ അറിയിക്കാനുള്ളതുണ്ടായിരിക്കും. ഏതായാലും അത് വഴിയേ നമുക്ക് കാണാം, കേൾക്കാം. ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ, ഇഷ്ടംപോലെ കഥകളൊക്കെ ഉണ്ട്. ഒരുപാട് കഥകളുടെ രാജകുമാരനാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന മൊട്ടത്തലേനല്ലേ. ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. അതെ. നമുക്ക് ഉടനെ തന്നെ അതിന്റെ ഇത് ബ്രോഷറും കൂടി ചെയ്തിട്ട് ഞാൻ റെഡിയാക്കാം. ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഫീഡ്ബാക്കിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മുടെ സാറ് ഔട്ട് ഓഫ് താങ്ക്സ് പറയുന്നുണ്ട് സർ. റെഡിയായി ഇരിക്കുവാണ് ഔട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി, ഇതെല്ലാം കേട്ടിട്ട്. ഓക്കെ, ഇനി നമ്മുടെ രാഹുലിന്റെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്. ഫെമിന ഫറൂഖ് ഒക്കെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? വിപിൻ രാജ്. യെസ്, പറയുന്നുണ്ട്. അതേ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാമെന്നോ? ഓക്കെ, നമ്മുടെ റോഷിനിയുണ്ട്, ശില്പയുണ്ട്. ദെൻ ഇന്ന് നമുക്ക് പാട്ട് പാടുന്ന ആള് നെറ്റ് പ്രോബ്ലം കൊണ്ട് ജോയിൻ ചെയ്തിട്ടില്ല. നമ്മുടെ പേരൂർക്കട ഗീതാ മാം ഉണ്ട്. പേരൂർക്കട ഗീതാ മാം ഒന്നും ഇണ്ടാതിരിക്കുകയാണ് കേട്ടോ, ഒരുപാട് പറയാൻ കാണും, അതുകൊണ്ടാണ്. പിന്നെ ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സോങ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ തീർത്ഥ സനൽ കാട്ടാക്കടയാണ്. ഓർണമെന്റ് എന്ന് പറയുന്ന ഒരു സ്കൂള് നടത്തുന്ന ഒരു ടീച്ചറാണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്. നമുക്കൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തീർത്ഥയുടെ ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. തീർത്ഥ, പ്ലീസ്. താങ്ക് യു മാം. ഞാൻ ഓഡിയോയിൽ ആണ്. യെസ്. മാം, ആക്ച്വലി ഇതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം രാഹുൽ ചേട്ടൻ എന്റെ മെന്ററാണ്. എന്റെ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ എന്റെ ഗുരുവായിട്ട് വരും. അപ്പൊ എനിക്കിങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിൽ ഞാൻ ശരിക്കും സന്തോഷിക്കും. ഒരു ഹിന്ദി പാട്ട് പാടാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ. बाबरा मन देखने चला एक सपना, बाबरा मन देखने चला एक सपना, बाबरी से मन की देखो बाबरी है बातें, बाबरी से धड़कने हैं, बाबरी है सांसें, बाबरी से करवटों से नींदिया दूर भागे, बाबरी से न चाहे बाबरी झरोकों से, बाबरे नजारों को टकरा, बाबरा मन देखने चला एक सपना,
बाबरा मन देखने चला एक सपना, बावरी से इस जहां में बावरा एक साथ हो, इस सयानी भीड़ बस हाथों में तेरा हाथ हो, बावरी से धुन हो कोई, बावरा एक राग हो, बावरी से धुन हो कोई, बावरा एक राग हो, बावरी से पैर चाहे बावरी तरानों के, बावरे से भोल पे थिरकना, बावरा मन देखने चला एक सपना, बावरा मन देखने चला एक सपना. Thank you. സൂപ്പർ സോങ് അത്. താങ്ക് യു വെരി മച്ച് തീർത്ഥ. എന്തായാലും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഗസ്റ്റ് ആയിട്ട് വരേണ്ട ആള് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ക്ലാസ് കേൾക്കുകയും നമ്മുടെ രാഹുലിന് വേണ്ടി നമ്മുടെ നല്ലൊരു പാട്ട്, ഒരു ഹിന്ദി പാട്ട്, ഇതുവരെ നമ്മൾ ഹിന്ദി പാട്ട് കേട്ടില്ല അല്ലേ സാർ ടീച്ചർ? ഇല്ല, എല്ലാവരും മലയാളം സോങ് ഇടയ്ക്ക് ആരോ തമിഴൊക്കെ ചെയ്തു, പക്ഷെ ഫസ്റ്റ് ഹിന്ദി പാട്ട് നമ്മുടെ തീർത്ഥയുടെ പ്രസന്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വിൻഡ് ലിബറേഷൻ ടീമിന്റെ സ്നേഹ സമ്മാനമായിട്ട് രാഹുൽ രാധാകൃഷ്ണൻ ഞങ്ങൾ ഇത് സമ്മാനിക്കുകയാണ്. ഓക്കെ ഓക്കെ. ജയകുമാർ സാറില്ലേ, ഡോക്ടർ ജയകുമാർ? അതെ, ജയകുമാർ സാറുണ്ട്. ആരെങ്കിലും ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഔട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകാം. അതെ, ജയകുമാറില്ലേ? സ്പെഷ്യൽ താങ്ക്സ്. താണൂന്നൊക്കെ ഇല്ലേ? താണാശ്ശേരിയില്ലേ? ജയകുമാർ പോയെന്ന് തോന്നുന്നു. താണുവൻ വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഫെമിന ഫെറൂഖ്. ഇല്ല, ഞാന് സാറിന്റെ സ്റ്റുഡന്റ് ആണ്. സാറിന്റെ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സിലാണ് സാറിനെ കാണുന്നത്. അതുമുതലുള്ള പരിചയമാണ്. അപ്പോ കുറെ കാലത്തിന് ശേഷം സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോ ഈ ഫ്ലോയിന്റെ കഥയൊക്കെ സാറ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് കേട്ടപ്പോ അത് സാറ് വായിക്കുന്ന എല്ലാം സാറ് ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അതിങ്ങനെ കേട്ട് ഒരിക്കൽ കൂടെ അതെല്ലാം കേൾക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഇതുപോലൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ പറ്റിയതും ഒരു സന്തോഷമായിട്ട് കണക്കാക്കുന്നു. താങ്ക് യു സർ. ഞാൻ അക്കൗണ്ടന്റ് ആണ്. ഞാൻ ദുബൈയിലാണുള്ളത്. യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫെമിന ഒരു കവയത്രിയാണ്. ഫെമിന എഴുതിയ കവിതയൊക്കെ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഫെമിനയുടെ ഒരു ക്ലാസ് നമുക്ക് വേണം അല്ലേ? നമ്മുടെ ഈ ഗ്രൂപ്പില് ഫെമിനയുടെ പ്രസൻസ് നമുക്ക് വേണം. ഫെമിന നമുക്ക് നല്ലൊരു ഗ്രൂപ്പാണിത്. അപ്പം ഫെമിന അതിൽ എൻ്റെ നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ ഞാൻ ഫെമിന ഇതിൽ ആഡ് ചെയ്യാം. ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. എല്ലാ ആഴ്ചയും 1 മണിക്കൂർ മതി. ഈ 1 മണിക്കൂർ എന്ന് പറയുന്ന അത്ര ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതാണ് ഫെമിന. ഷെയർ ചെയ്യാം. ഓക്കെ, എന്തായാലും പരിചയം കഴിഞ്ഞതിൽ സന്തോഷം. ജയമാർ സാർ മുഴുവനും ഒന്നും നേരെ കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ആധികാരികമായി ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ കേട്ടിടത്തോളം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. അത് മുഴുവനും കേൾക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. എന്തായാലും നന്നായി. സാർ നല്ല അഭിനന്ദനങ്ങൾ രാഹുൽ സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വേറെ റോഷ്നി, ശില്പ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകാം. ഗീത മാം, പേരൂർക്കട ഗീത മാം. അനന്തുവിന് ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നമുക്ക് ഔട്ട് ഓഫ് താങ്ക്സിലേക്ക് പോയാലോ? ഇന്ന് നമുക്ക് ഔട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് ഡോക്ടർ വസന്തകുമാരൻ സാറാണ്. സാറും ഒരു സൈക്കോളജിസ്റ്റ് ആണ്. സാർ കോളേജിൽ പ്രൊഫസർ എഴുതുന്ന സാറാണ്. രാഹുൽ
സാറിനെ കൂടുതൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സാറിന്റെ ഓട്ടോ സയൻസിന് വേണ്ടി ക്ഷണിക്കുകയാണ് സാർ. ബഹുമാനപൂർവ്വം. ഓക്കെ, കേൾക്കാമല്ലേ? സാർ ഓഡിബിൾ ആണ്. എന്റെ ഏറ്റവും ബഹുമാന്യനായ യാക്കൂബ് മാത്യു സാർ, ഗീതാ മാം, വത്സല മാം, ഷർമിള മാം, മറ്റ് ഇതിൽ പങ്കാളികളായ ഏവർക്കും നന്ദി ആണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇതിൽ ഇരിക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഏതായാലും ഈ കാലഘട്ടത്തിലും ഇത്രയും ഗഗനമായി വായിക്കുകയും അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ രാഹുലിന് അഭിനന്ദനം. രാഹുൽ എന്ന് വിളിച്ചുകൂടാ, കാര്യം യഥാർത്ഥത്തിൽ അറിവ് ആര് പാർന്നു തന്നാലും നമ്മൾ നമിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അപ്പോൾ ഗഗനമായി വായിക്കുക മാത്രമല്ല, ശാസ്ത്രമെന്ന് പറയുന്നത് ഇമോഷണലാണ്, തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ മനുഷ്യനും, ഞങ്ങളൊക്കെ ഒരുപാട് പ്രായമുള്ളവരും ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരുമാണ്. ഞങ്ങളും പലതും തിരുത്തേണ്ടതാണ് രാഹുലിന്റെ മുന്നിൽ എന്ന് ഞാൻ തിരിച്ചറിയും. അതിനോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി, യഥാർത്ഥത്തിൽ ഒരല്പം സ്പീഡ് കുറച്ച് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും കുറച്ചുകൂടി നിർത്തി സാവകാശം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പോലെ മരവിച്ച ബ്രെയിനുമായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്തതെന്നുള്ളതാണ് വത്സലമാൻ പറഞ്ഞതും മറ്റ് പലരും അഭിപ്രായപ്പെട്ടു. അപ്പോൾ അടുത്ത ക്ലാസ്സുകൾ കൃത്യമായിട്ടും ആ രീതിയിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ വീവേഴ്സും അതുപോലെ ടേക്കേഴ്സും അതുപോലെ നാച്ചേഴ്സിനെ ഒക്കെ പറ്റി കേട്ടിട്ടുണ്ട്. ആധികാരികമായിട്ട് രാഹുലിൻ്റെ ആ സംഭാഷണത്തിലൂടെ കൂടുതൽ സ്ഥിരസ്ഥായിയായി ഉൾക്കൊള്ളാൻ സാധിക്കും. മാത്രമല്ല, ഇങ്ങനെയുള്ള അറിവുകളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കാര്യം എമർജൻസി ടെക്നോളജിയുടെയും മെറ്റാ കേപ്പബിലിറ്റിയുടെയും കാലഘട്ടമാണ്. അപ്പോൾ എമർജൻസി ടെക്നോളജി മെറ്റാ കേപ്പബിലിറ്റി ഇന്നത്തെ സമൂഹം ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം മറ്റൊന്നുമല്ല, താങ്കൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് എന്നറിഞ്ഞു. ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ പോലും ആ മേഖലയിൽ എത്രത്തോളം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം ആർജിച്ചു. അതിനോടൊപ്പം തന്നെ വൈഡായിട്ട് വായനയുണ്ട്, അത് കഥാരൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് എടുത്തതിൻ്റെ മഹാത്മ്യം ടീച്ചർ വായിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ഒരുപാട് കഴിവുള്ള, ഒരുപാട് നന്മയുള്ള, ഒരുപാട് ജീവിത ദൈർഘ്യമുള്ള ഒരുപക്ഷെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ, ചെറുപ്പക്കാരാണ് നിങ്ങൾ. അപ്പോൾ ചെറുപ്പത്തിൻ്റെ ആ നന്മ നമ്മുടെ ഗ്രൂപ്പിന് എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാര്യം പലരും ക്ലാസ് എടുക്കാൻ വരുമെങ്കിലും ഒരിക്കൽ പോലും അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നവരുടെ മുഖം എണ്ണത്തിൽ കുറവാണ്. അതല്ല നമുക്ക് വേണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പ്രവചനാതീതമായ കഴിവുകളുടെ വിളനിലമായിട്ടുള്ളതാണ്. അപ്പോൾ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ ദിശാബോധം നഷ്ടപ്പെടാതെ അവരെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെയൊക്കെ പോലെ ഊർജ്ജസ്വലരായവർക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയോടുള്ള ധാർമ്മികമായ മോറൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കാണും. അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എപ്പോഴും, ഇപ്പം വത്സലമാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും നാളെ മംഗലാപുരത്ത് പോകുന്നതാണ്. ഇന്ന് ഒരുപക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടില്ല. എൻ്റെ ഈ ഡ്യൂട്ടി വന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ ഇരുന്നതും നിങ്ങളോടൊപ്പം അല്പസമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഇതൊരു മഹാഭാഗ്യവും വളരെ നന്നായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും കൂടുതൽ വാചാലമാകുന്നില്ല. ഇനിയും ഉള്ള നാളുകളിൽ കൂടുതൽ കൂടുതൽ നന്മ കയറുന്ന രീതിയിൽ, വിജ്ഞാനപ്രദമായ രീതിയിൽ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ യാക്കൂബ് മാത്യു സാർ പറഞ്ഞ കണക്ക് ഡൈനാമിക്കായിട്ട് അറിവിൻ്റെ ഭണ്ഡാരമായി എപ്പോഴും വായിച്ചറിയുവാനും അറിയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കാനും ഉതകുന്ന രീതിയിൽ നന്മയുടെയും ക്രിയാത്മകതയുടെയും ഊർജ്ജസ്വലതയുടെയും മുത്തുമണികൾ എപ്പോഴും കയറിക്കൊണ്ട് നിങ്ങൾ നിത്യേന നമ്മളോടൊപ്പം ഉണ്ടാവണമെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് എടുത്തതിന് വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇതിൽ പങ്കാളികളായ ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് ഇനി പറയുന്നില്ല. എല്ലാവർക്കും ഈ മൈൻഡ് പവർ പ്രോഗ്രാമിൽ പങ്കാളിയാകുന്ന എല്ലാവർക്കും നഷ്ടമുണ്ടാവില്ല, എല്ലാവർക്കും ലാഭമേ ഉള്ളൂ. അത് ഗുണകരമാകട്ടെ, കൂടുതൽ മെച്ചപ്പെട്ടതാകട്ടെ. കൂടുതൽ ഇതേപോലെ രാഹുലിനെ പോലെയുള്ള
നല്ല നല്ല മികവുറ്റ റിസോഴ്സ് ഫുള്ളായിട്ടുള്ളവരെ കിട്ടട്ടെ. അത് കൂടുതൽ നന്മ ഉണ്ടാകും എന്നുകൂടി പ്രത്യാശിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജേക്കബ് സാറിനും നമ്മുടെ ഗീത ടീച്ചർക്കും വത്സല ടീച്ചർക്കും ഷാർമിള ടീച്ചർക്കും അനന്തുവിനും അതുപോലെ പാട്ട് പാടിയ ആരതിക്കും ഇരട്ടയ്ക്കും എല്ലാവർക്കും ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും പ്രണാമവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. രാഹുൽ, ഇനിയും ഭയങ്കര ഒരു ഉയർച്ചയായിരിക്കും രാഹുലിനുണ്ടാകുന്നത്. സത്യം പറഞ്ഞ ഇത്രയും മഹത് വ്യക്തികളുടെ, ഇത്രയും എന്താണ് അറിവിന്റെ നിറകുടങ്ങളായവരുടെ അനുഗ്രഹമാണ് രാഹുലിന് കിട്ടിയിരിക്കുന്നത്. രാഹുൽ സത്യം പറഞ്ഞ രാഹുലിന് ഇനി ഭയങ്കര ഒരു വളർച്ച ഉണ്ടാകട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഇനിയും വരിക, ക്ലാസ് എടുക്കുക, ഇനിയും ഞാൻ വിളിക്കാം. ഇനി നല്ല ടോപ്പിക് എപ്പോ വരുന്നു അപ്പം മാം എനിക്കൊരു ക്ലാസ് എടുക്കണം ഇങ്ങോട്ട് തന്നെ ആവശ്യപ്പെടാൻ വേണ്ടി രാഹുലിന് കഴിയട്ടെ. ഓക്കെ, നമ്മുടെ ഈ ഗ്രൂപ്പ് വളരെ നല്ല ഒരു ഗ്രൂപ്പായിട്ട് ലോകം അറിയപ്പെടുന്ന തന്നെ, നമ്മുടെ സംസ്ഥാനമല്ല, ഡൽഹിയിൽ നിന്ന് വരെ നമുക്ക് ആളുണ്ട് കേട്ടോ, ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ആളുണ്ട്. ഇന്ന് അവരെല്ലാം ഞാൻ കോൺടാക്ട് ചെയ്തു, പക്ഷെ ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ നല്ല ക്ലാസ് ആണ്, അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് ഇപ്പൊ കേരളത്തിൽ ഉടനീളം ഉണ്ട് ആൾക്കാർ, പിന്നെ ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് ഇന്ത്യക്കകത്ത് മാത്രമല്ല, എബ്രോഡ്, ഇപ്പൊ ദുബായിൽ നിന്ന് തന്നെ ഫെമിന ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഫെമിനയുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ അറിയിക്കാൻ ഫെമിന ശ്രമിക്കുക. അങ്ങനെ ലോകം മൊത്തം ഈ ഒരു ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയട്ടെ. അത്ര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്. എല്ലാവർക്കും അറിവ് പകർന്നു കൊടുക്കാൻ ഈ ഗ്രൂപ്പിലൂടെ കഴിയട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Okay, good night. Happy journey to Dr. Vasanthkumar sir and Varsala ma'am. Thank you very much. Okay, bye-bye. Bye-bye. Good night. Good night. Good night. Good night, sir. നമസ്കാരം. കേൾക്കാൻ പറ്റിയായിരുന്നു. എനിക്കെന്തായാലും പ്രസംഗത്തോടെ പോകാൻ ഇഷ്ടമാണ്.
ഷട്ട് ഡൗൺ ചെയ്ത്